അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിം വസ്സുഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ ശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ശുദ്ധി എന്നുള്ളത്? അത് സംബന്ധമായി അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ ഉള്ളൊരു ആയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. വൃത്തി എന്ന് പറഞ്ഞാൽ, ശുദ്ധി എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം എന്താണ്, അതിൻ്റെ ശരീഅത്തിൽ എന്താണ് ശുദ്ധിയെക്കുറിച്ച് പറയുക, അശുദ്ധികൾ എത്ര വിധമുണ്ട് എന്ന് തുടങ്ങി കുറേ വിഷയങ്ങൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അല്ലേ. ഇനി അടുത്ത പാരഗ്രാഫ്, അടുത്ത ഭാഗം അൽ വുളു ആണ്. വുളു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അശുദ്ധി രണ്ട് വിധമുണ്ട്. ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധി കൊണ്ട് ശുദ്ധി വരുത്തൽ വുളു കൊണ്ടാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ കുളി കൊണ്ടുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ചെറിയ അശുദ്ധിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആദ്യം. അൽ വുളു, ചെറിയ ശുദ്ധിയിൽ ശുദ്ധിയാൽ വുളു കൊണ്ടല്ലേ. അപ്പോൾ ആ വുളുവിനെ കുറിച്ച് പഠിക്കാം. അൽ വുളു എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ജനങ്ങളെ, വിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായാൽ, ഫഗ്സിലൂ വജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണം, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, കൈകൾ കഴുകണം, ഏതുവരെ, ഇലൽ മറാഫിഖി, നിങ്ങളുടെ മുട്ടുവരെ. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവണം, വഅർജുലക്കും ഇലൽ കഅബൈൻ, കാലിനെ നിങ്ങൾ കഅബൈന് വരെ കഴുകണം. കഅബൈന് പറഞ്ഞാൽ എന്താ? ഞെരിയാണി വരെ കേട്ടോ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹദസ ഹത്താ യതവല്ലഅ. ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹദസ ഹത്താ യതവല്ലഅ. ലാ തുഖ്ബലു സ്വലാത്തു, നിസ്കാരം സ്വീകരിക്കുകയില്ല. മൻ, ഒരുത്തൻ്റെ നിസ്കാരം എങ്ങനത്തെ ഒരുത്തനാണ്? മൻ അഹദസ, അവന് അശുദ്ധി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അശുദ്ധിയുള്ള ഒരുത്തൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഏതുവരെയും ഹത്താ യതവല്ലഅ, അവൻ ഉളു എടുക്കുന്നത് വരെ. അപ്പോൾ അവൻ ഉളു ചെയ്താലേ എന്താവുള്ളൂ, അവൻ്റെ അശുദ്ധിയായ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. അൽ വുളു ലുഗത്തൻ, വുളു ലോകത്തിലെ ഭാഷാർത്ഥത്തിൽ വുളു എന്ന് പറഞ്ഞാൽ ഒസ്ലു ബഅദിൽ അഅ്ളാഇ, അവയവങ്ങളിൽ നിന്ന് അല്പം കഴുകലാണ്. അവയവങ്ങളിൽ നിന്ന് ചിലതൊക്കെ എന്ത് ചെയ്യുക, കഴുകുക. ഇതിനാണ് വുളു എന്ന് എന്ത് ചെയ്യുക, ലോകത്തൻ ഭാഷാർത്ഥത്തിൽ പറയാം. വശറഅൻ, ശറഇൽ വുളു എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിഅമാലുൽ മാഇ ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ മുഫ്തതഹത്തിൻ ബിന്നിയ്യ. ഇസ്തിഅമാലുൽ മാഇ, വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫി അഅ്ളാഇൻ മഖ്സൂസ, ചില പ്രത്യേക അവയവങ്ങളിൽ. അപ്പോൾ ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് വുളു എന്ന് പറയുക. ശറഇൽ തീർന്നിട്ടില്ല, എങ്ങനെ ആയിരിക്കണം വെള്ളം ഉപയോഗിക്കേണ്ടത്? മുഫ്തതഹത്തൻ ബിന്നിയ്യ, നീയത്ത് കൊണ്ട് ആരംഭിച്ച്. അപ്പം നീയത്ത് കൊണ്ട് ആരംഭിച്ച് ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കുന്നതിനാണ് ശറഇൽ, ശരീഅത്തിൽ, ദീനിൽ വുളു എന്ന് പറയാ. വഫുരിള മഅസ്വലാത്തി ലൈലത്തുൽ ഇസ്റാ, വഫുരിള, അത് ഫറലാക്കപ്പെട്ടു. ഏത്? ഈ വുളു എന്നുള്ളത് ഫറലാക്കപ്പെട്ടു. മഅസ്വലാത്തി, നിസ്കാരത്തോട് കൂടിയിട്ട് തന്നെ. എന്നാണ് ആ നിസ്കാരത്തോട് കൂടിയിട്ട് എന്നാണ് ഫറലാക്കപ്പെട്ടത്? ലൈലത്തുൽ ഇസ്റാ, ഇസ്റാഇൻ്റെ രാത്രിയിൽ.
ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു സമ്മാനം, ആ സമ്മാനത്തിന് കനം കുറച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങി അങ്ങനെ നമ്മളിലേക്ക് ഏൽപ്പിച്ചു. ആ ഇസ്രായിൻ്റെ രാത്രിയിൽ തന്നെയാണ് നിസ്കാരം ഫറലാക്കിയതോടുകൂടി അതിൻ്റെ പിന്നിൽ ഫറലാക്കപ്പെടുകയും ചെയ്തു. എന്തിനെ? വുളൂഇനെ. മനസ്സിലായില്ല വിഷയങ്ങളൊക്കെ? വളരെ കുറച്ചുള്ളൂ, കുറച്ചും കൂടി എടുത്താലോ എന്നിങ്ങനെ കരുതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം ശരിക്കർത്ഥം വെച്ച് പഠിക്കുക എല്ലാവരും കേട്ടോ. ശരിക്കും പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇത്രയൊന്നും പോരാ നമുക്ക്, നമ്മൾ കുറച്ചും കൂടി തോനെടുക്കണം നമുക്കിനി. പാഠം ഇവിടെ തീർന്നുകൊണ്ട്, ഈ ഭാഗം അവിടെ തീർന്നുകൊണ്ടാണ് അടുത്ത ക്ലാസ് മുതൽ കുറച്ച് നമ്മൾ കൂടുതലെടുക്കും. അപ്പോൾ ഇന്നലെ ആകെ 2 കുട്ടികളാണ് നമ്മളെ പാഠം എഴുതി വിട്ട് തന്നത്. വളരെ മോശമായത്, വളരെ മോശം. നമുക്ക് സങ്കടമായി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട്. ഇത്ര കുറച്ചുള്ളൂ, അതും കൂടി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് എഴുതി വിട്ട് തരാൻ മനസ്സ് വന്നില്ല എന്നുള്ളതുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നിങ്ങളും തമ്മിലുള്ള ബന്ധപ്പല്ലേ. ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതെ ആകെ കുറച്ച് പാടലുള്ളൂ, കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ. ആ ത്വഹാറത്ത് അതൊക്കെ ഒന്ന് എഴുതി അപ്പം തന്നെ വിട്ടെന്നുള്ള മക്കളെ. നിങ്ങൾക്ക് നമ്മൾക്ക് പറഞ്ഞ് കേൾക്കുമ്പോഴല്ലേ നമ്മൾ നല്ല കുട്ടികളാവുള്ളൂ. കുറേ പഠിച്ചുകൊണ്ടല്ല നല്ല കുട്ടികളാകുക. അനുസരണമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതുണ്ടായാൽ പിന്നെ ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ട് തരും. അതില്ലേ ഓന് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നല്ല പറഞ്ഞു കേൾക്കുന്ന കുട്ടികളായി നിങ്ങൾ. ക്ലാസ് ഇപ്പം മനസ്സിലാക്കായിട്ടാണോ ആണെങ്കിൽ അത് ചോദിക്കണം. തിരിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. അർത്ഥം വെച്ച് നോക്കണം, പഠിക്കണം. കുറച്ചുള്ളൂ, ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് കുറേ അറിവും കിട്ടും. അതിനപ്പുറം പഠിച്ചോണ്ട് കുറേ കൂലിയും കിട്ടില്ല നമുക്ക്. അതൊക്കെ മനസ്സിലാക്കിക്കൂടെ? ഹദീസും ആയത്തും ദീനിൻ്റെ ശറവും ശരീഅത്തും വിധികളൊക്കെ ഇങ്ങനെ പഠിക്കല്ലേ നമുക്ക്. അപ്പോൾ നല്ല കുട്ടികളാകുക. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ, സന്തോഷത്തിലാക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു നല്ല ബുദ്ധിയും വിവേകവും തൻ്റെ ആളും അനുസരണയുള്ള പൊരുത്തവും പൊരുത്തമുള്ള മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീടുകളിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ഗൾഫിലുള്ള ഉപ്പമാർ, ഒരു കുട്ടിൻ്റെ അപ്പ, നമ്മളെ ഫിദൻ്റെ അപ്പ ഗൾഫിൽ പോവാണെന്ന് പറഞ്ഞു. അള്ളാഹു അപ്പാൻ്റെ ജോലിയിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പയുടെ ജോലിയിലും ഏർപ്പാടിലും ബിസിനസ്സിലും യാത്രയിലൊക്കെ അള്ളാഹു വലിയ സന്തോഷവും ബറക്കത്തും റഹ്മത്തും റാഹത്തും അള്ളാഹു ചൊരിഞ്ഞ് നൽകട്ടെ. കുടുംബത്തിൽ അള്ളാഹു വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കുറേ ഉപ്പമാർ ഗൾഫിലുള്ളവരുണ്ട്, നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ഉസ്താദുമാരുണ്ട്, പല ജോലിക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെയൊക്കെ ജോലിയിൽ, വീട്ടിൽ, മക്കളിൽ, ഭാര്യ, കുടുംബങ്ങളിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റഹ്മത്തും റാഹത്തും ഇസ്സത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം നമുക്കൊന്ന് വരക്കണം. അസ്സലാമു അലൈക്കും.